തൃശ്ശൂരുകാർക്ക് അബദ്ധം പറ്റിയെന്ന ആക്ഷേപം കേരളത്തിൽ പരക്കെയുണ്ട്. ആ അബദ്ധത്തിന് ചുക്കാൻ പിടിച്ചത് താനാണെന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാനും സുരേഷ് ഗോപി വിജയിക്കാനുമുള്ള ഏക കാരണം താനാണെന്ന വാദം പത്മജ തരം പോലെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതെന്തായാലും അതിന്റെ അവലോകനം BJP നേതൃത്വവും പ്രവർത്തകരും തന്നെ വിലയിരുത്തട്ടെ. പക്ഷേ ഇത്രയൊക്കെ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടും BJPക്കുള്ളിൽ സ്വന്തമായൊരിടം കണ്ടെത്താൻ പത്മജയ്ക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. കെ കരുണാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെയും ആദർശങ്ങളെയും തള്ളിപ്പറഞ്ഞ് സ്വന്തം സഹോദരനെ പോലും പരസ്യമായി വിമർശിച്ചാണ് പത്മജ BJPയിലേക്ക് ചേക്കേറിയത്. കോൺഗ്രസിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്നും അർഹതപ്പെട്ട സ്ഥാനം പോലും നൽകുന്നില്ലെന്നുമുള്ള പരാതിയിലാണ് പത്മജ BJPയിൽ അഭയം പ്രാപിച്ചത്. മുന്നണിയിൽ ചേർന്നപ്പോൾ അവർക്ക് നൽകപ്പെട്ട മോഹന വാഗ്ദാനങ്ങൾ ചെറുതായിരുന്നില്ല. കേന്ദ്ര പദവികൾ, ഗവർണർ സ്ഥാനം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ള നിയമനം എന്നിങ്ങനെ വലിയ തള്ളുകളാണ് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് അന്ന് ഉയർന്നു കേട്ടത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ആവേശം കഴിഞ്ഞതോടെ പത്മജ എന്ന പേര് BJP വൃത്തങ്ങളിൽ നിന്ന് പോലും പതിയെ മാഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അക്ഷരാർത്ഥത്തിൽ പത്മജയെ BJP ഒതുക്കി എന്ന ചർച്ചകൾക്കിടയിലാണ് പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ അവർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. തൃശൂരിലെ ജനങ്ങൾ തന്നെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ടെന്നും അവരെ എന്നെ മത്സരിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെന്നുമാണ് പത്മജ പറയുന്നത്. പത്മജയായിരിക്കും തൃശൂരിൽ മത്സരിക്കുക എന്ന ഒരു സൂചനയും BJP നേതൃത്വം ഇതുവരെയും നൽകിയിട്ടില്ല. പക്ഷേ പത്മജയാകട്ടെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി മുൻപോട്ട് വരികയും മാധ്യമങ്ങൾ വഴി അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയുമാണ്. തൃശൂർ തനിക്ക് വേണമെന്ന് പത്മജ പറയുമ്പോൾ അത് അവരുടെ ആത്മവിശ്വാസത്തിലുപരി രാഷ്ട്രീയ ഗതികേടായി കാണേണ്ടി വരും. സാധാരണഗതിയിൽ ഒരു പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ പരസ്യമായി സീറ്റിനായി യാചിക്കേണ്ട സാഹചര്യം ഉണ്ടാകാറില്ല. എന്നാൽ പത്മജയെ സംബന്ധിച്ചിടത്തോളം BJP നേതൃത്വം തന്നിൽ നിന്ന് അകലുന്നു എന്ന ഭയം അവരെ വേട്ടയാടുന്നുണ്ട്. വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിലോ പത്മജയെ മത്സരിപ്പിക്കാൻ BJPക്കുള്ളിൽ നീക്കം നടക്കുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പത്മജ പാർട്ടിക്ക് ഒരു മുഴം മുൻപേ എറിഞ്ഞു നോക്കിയത്. പത്മജയെ തൃശൂരിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാനായി പാർട്ടിക്കുള്ളിലെ തന്നെ ഒരു വിഭാഗം സജീവമാണ്. തൃശൂരിൽ കണ്ണുവെച്ചിട്ടുള്ള മറ്റ് നേതാക്കൾ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ചാനലുകൾ വഴി പത്മജയെ വട്ടിയൂർക്കാവിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ്. തന്നെ ബലിയാടാക്കാനുള്ള ഈ നീക്കം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പത്മജ പെട്ടെന്ന് രംഗത്തിറങ്ങിയതും തനിക്ക് തൃശൂർ തന്നെ വേണമെന്ന് പ്രഖ്യാപിച്ചതും. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ താൻ എവിടെ മത്സരിക്കാനും തയ്യാറാണെന്ന് പറയുമ്പോൾ പത്മജയ്ക്ക് തന്റെ മണ്ഡലത്തിനായി ഇത്തരത്തിൽ പോരാടേണ്ടി വരുന്നത് BJPക്കുള്ളിൽ അവർക്ക് ലഭിക്കുന്ന പരിഗണനയുടെ കുറവാണ് കാണിക്കുന്നത്. BJPയുടെ ചരിത്രം പരിശോധിച്ചാൽ പുറത്തുനിന്നെത്തിയ പല പ്രമുഖർക്കും ഉണ്ടായ അതേ അവസ്ഥ തന്നെയാണ് പത്മജയും കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമാകും. മെട്രോമാൻ ശ്രീധരനെ പോലെയുള്ള വലിയ വ്യക്തിത്വങ്ങളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ ചരിത്രം മുന്നിലുണ്ട്. നടൻ കൃഷ്ണകുമാറിനും സമാനമായ അനുഭവം തന്നെയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ BJPയിൽ നിന്ന് യാതൊരു പരിഗണനയും ലഭിക്കാതെ സിനിമാ മേഖലയിൽ പോലും നഷ്ടങ്ങൾ ഉണ്ടായെന്ന് അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്നു. PC ജോർജും ഷോൺ ജോർജും ക്രിസ്ത്യാനികളുടെ സംരക്ഷകർ എന്ന ലേബലിൽ BJPയിൽ എത്തിയെങ്കിലും ഇന്ന് അവർക്ക് രാഷ്ട്രീയമായി ഒരു അഡ്രസ് ഇല്ലാത്ത അവസ്ഥയാണ്. അനിൽ ആന്റണിയും ടോം വടക്കനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മുൻ നേതാക്കളുടെ അവസ്ഥയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് വന്നവർക്ക് BJPയിൽ കൃത്യമായ ഒരു സ്ഥാനം നൽകാതെ അവരെ കേവലം വോട്ട് പിടിക്കാനുള്ള ആയുധങ്ങളായി മാത്രം ഉപയോഗിക്കുന്ന രീതിയാണ് BJP അവലംബിക്കുന്നത്. തൃശൂരിൽ തനിക്ക് സ്വാധീനമുണ്ടെന്ന് പത്മജ അവകാശപ്പെടുമ്പോഴും BJP നേതൃത്വം അവരെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നു എന്നത് കണ്ടറിയേണ്ടതാണ്. പത്മജയെ സംബന്ധിച്ച് തൃശൂർ എന്നത് ഒരു നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. എന്നാൽ BJPക്കുള്ളിലെ ചതിക്കുഴികൾ അവരെ എവിടെ എത്തിക്കുമെന്ന് പറയാനാകില്ല. രാഷ്ട്രീയമായി ഒന്നുമല്ലാതായി തീരുന്ന ഒരു ഗതികേടിലേക്കാണ് പത്മജ നീങ്ങുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രസ്താവനകൾ. സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ പത്മജ എവിടെയുണ്ടാകുമെന്നത് BJPക്കുള്ളിലെ ഗ്രൂപ്പ് പോരുകളുടെ ഫലം കൂടിയായിരിക്കും. കെ കരുണാകരൻ എന്ന മഹാമേരുവിന്റെ മകളായ പത്മജയ്ക്ക് ഇന്ന് സ്വന്തം അസ്തിത്വത്തിനായി BJPയിലെ രണ്ടാം നിര നേതാക്കൾക്ക് മുന്നിൽ പയറ്റേണ്ടി വരുന്ന അവസ്ഥ രാഷ്ട്രീയ കേരളത്തിന് മുന്നിലെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. അവഗണനയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും രാഷ്ട്രീയമാണ് പത്മജ BJPയിൽ അനുഭവിക്കുന്നതെന്ന് ചുരുക്കം.